സപ്പോർട്ട്. ഞാനിന്നൊരു അവാർഡ് വാങ്ങിക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത് കേൾക്കുന്നവർ വിചാരിക്കും എനിക്കെന്ത് അവാർഡാണ് ഇപ്പോൾ കിട്ടിയെന്നുള്ളത്. പക്ഷേ എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷമായിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ പ്രൗഡായിട്ടുണ്ടായിരിക്കുക എപ്പോഴായിരിക്കും എൻ്റെ കുട്ടികൾക്ക് കിട്ടുമ്പോഴല്ലേ. അതെ, ഇത് പാറുവിന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് മഞ്ചേരിയുള്ള ബെഞ്ച് മാർക്ക് സ്കൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് പാരൻസും കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ക്വിസിൻ്റെ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ടുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് തന്നെ അവിടെ ക്വിസ് മാസ്റ്റർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കുട്ടികളിനെ ഇങ്ങനെ ആൻസർ അവരെടുത്ത് ചോദിക്കുന്നു. അങ്ങനെ നല്ല രസമുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എന്താ പ്രോഗ്രാം എന്നറിയോ? ഇത് എംസാറ്റ് എക്സാമിൻ്റെ മെറിറ്റ് ഡേ സെറിമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അവിടുത്തെ കുട്ടികളുടെ ഒരു അടിപൊളി വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. പഠനം മാത്രമല്ല, അതോടൊപ്പം നമുക്ക് ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു പ്രോത്സാഹനം, അതിനുള്ള ഒരു പ്രചോദനവും തന്നെയാണ് ഇതുപോലെയുള്ള അവാർഡുകളൊക്കെ തന്നെ. ഇത് പാറുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിസ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിന്നെ കുട്ടികളും കൂടിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാറുവിന് എന്തുകൊണ്ടാണ് വരാൻ പറ്റാത്ത വെച്ചാൽ പാറുവിന് എക്സാം ഉള്ള ദിവസമായിരുന്നു ഇത്. അങ്ങനെ മിസ്സിനും അവാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. 2173 students participated in the district level examination. All of them were the excellent students from the 45 schools, and from there you are here. So definitely it's a wonderful hats off to all the children, and the question papers were really tough this year, and I should say that the efforts taken by the children and also their parents and the teachers, it matters a lot. ഈ ഒരു എക്സാം ആദ്യം സ്കൂൾ ലെവൽ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് സെലക്ട് ആയിട്ടാണ് പിന്നീട് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോയത്. അവിടുന്ന് പാറുവിന് 4th റാങ്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. പാറുവിൻ്റെ സ്കൂളിൽ നിന്ന് 3 പേർക്കാണ് ഈ ഒരു അവാർഡ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ അത് അവർ തന്നെ വാങ്ങിക്കുന്നത് കാണുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും നല്ല സന്തോഷം തോന്നാല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കാരണം കൊണ്ട് മാത്രമാണ് എക്സാം ആയിരുന്നു. പക്ഷേ എന്തായാലും അതൊരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണ് കേട്ടോ പാറുവിന് വേണ്ടിയിട്ട്. എനിക്കത് സ്റ്റേജിൽ കയറി വാങ്ങിക്കാൻ പറ്റിയപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷമായി. ഈ ഒരു മോളേനെ അവിടുന്ന് മീറ്റ് ചെയ്താണ് കേട്ടോ നമ്മളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെ കയ്യിൽ കിട്ടി. ഇവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് ഒക്കെ ഉണ്ട്. പിന്നെ തൽക്കാലം പാറു കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അവിടെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു. നമ്മൾ 4 പേരും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവാർഡ് സെറിമണി ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് തിരിച്ച് പോരാ. എനിക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. ഇത് കൊണ്ടുപോയി പാറുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് ശരിക്കും സമാധാനമാവുക. അങ്ങനെ ഇത് തിരിച്ച് ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ട്രോഫി പാറുവിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമാണ്. കാരണം കുട്ടികളുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടല്ലേ കയ്യിലിരിക്കുന്ന ട്രോഫി. എന്തായാലും ഒരുപാട് സന്തോഷമായിരുന്നു.